الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاءك المنافقون قالوا نشهد إنك لرسول الله والله يعلم إنك لرسوله والله يشهد إن المنافقين لكاذبون اتخذوا أيمانهم جنة فصدوا عن سبيل الله إنهم ساء ما كانوا يعملون صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടും ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വളരെ പ്രധാനമായ ചില വശങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഖുതുബകളാണ് കുറെ ആഴ്ചകളായി നാം തുടർന്ന് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നതിന് ശേഷം, ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ മുസ്ലിം സമൂഹത്തെ ഏത് രീതിയിലാണ് വളർത്തി ഇസ്ലാമികമായ ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാൻ ശ്രമിച്ചത് എന്നതിനെ സംബന്ധിച്ച് നാം വിശദീകരിച്ചു. മദീനയിൽ എത്തിയ ഉടനെ ആ സമൂഹത്തിന്റെ നിലനിൽപ്പിനും ഭദ്രതയ്ക്കും സുരക്ഷിതത്വത്തിനും ആവശ്യമായ നടപടികൾ എന്തൊക്കെയാണ് എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടെത്തുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും എന്തൊക്കെയാണ് സ്വീകരിച്ചത് എന്നും നാം വിശദീകരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളവും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് ചുറ്റും താമസിച്ചിരുന്ന ജൂത സമൂഹങ്ങളുമായി ഏത് രീതിയിലുള്ള സഹവർത്തിത്വമാണ് ഉദ്ദേശിക്കുന്നത് എന്നും എങ്ങനെയാണ് ഭാവിയിൽ അവരുമായി ഇടപഴകുക എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുകയും തദടിസ്ഥാനത്തിൽ സ്വീകരിച്ച നയനിലപാടുകൾ എന്തൊക്കെയാണ് എന്നും നാം മനസ്സിലാക്കുകയുണ്ടായി. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുസ്ലിമീങ്ങൾക്കും നേരിടേണ്ടി വന്ന മറ്റൊരു വലിയ വിഭാഗമാണ് മുനാഫിക്കുകൾ എന്ന് പറയുന്ന വിഭാഗം. മുനാഫിക്കുകൾ എന്നത് കപടവിശ്വാസികൾ എന്ന് നമ്മൾ അതിനെ പരിഭാഷപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ വിശ്വാസമില്ലാതെ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ തന്നെ മുസ്ലിമീങ്ങളായി അഭിനയിച്ച് കഴിഞ്ഞുകൂടുന്ന വിഭാഗത്തെയാണ് മുനാഫിക്കുകൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചത്. പരിശുദ്ധ ഖുർആനിൽ നൂറ്റുകണക്കിൽ ആയത്തുകൾ ഈ വിഭാഗത്തെ സംബന്ധിച്ച്, അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഓരോ സന്ദർഭങ്ങളിലും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വിശ്വാസി സമൂഹത്തിനും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹങ്ങളെ സംബന്ധിച്ച് ഒക്കെ പ്രതിപാദിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള വലിയ ഒരു വിഭാഗം മദീനയിലെ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നത് പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവർ എത്രത്തോളം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചു, എന്തൊക്കെയായിരുന്നു അവരുടെ നിലപാട്, എങ്ങനെയാണ് അവരുടെ ശല്യങ്ങളെ ഇസ്ലാമികമായി നേരിടുകയും തരണം ചെയ്യുകയും ചെയ്തത്, ഈ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ചില വെളിച്ചം നൽകാൻ ഇന്നത്തെ ഖുതുബ ഉപയോഗപ്പെടുത്തുന്നത്. ആരാണ് മുനാഫിക്കുകൾ എന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വ്യക്തമായ ഉത്തരം നമുക്ക് നൽകുന്നുണ്ട്. കപടവിശ്വാസികൾ അല്ലെങ്കിൽ മുനാഫിക്കുകൾ എന്നത് പല തരത്തിലും പല ഇനത്തിലും പെട്ടവരാണ് എങ്കിലും അവരെല്ലാവരും ഒരേ തരക്കാരോ ഒരേ നിലവാരത്തിലുള്ളവരോ അല്ല എങ്കിലും മൊത്തത്തിൽ ആ കൂട്ടത്തിൽ മുനാഫിക്കുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നതും മുഴച്ചു നിൽക്കുന്നതും ആരാണ് എന്ന്
പരിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ ആയത്തുകൾ കാണാൻ സാധിക്കും. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. വബിൽ യൗമിൽ ആഖിർ, പരലോകത്തിലും ഞങ്ങൾ വിശ്വസിച്ചു എന്നവർ പറയും. അല്ലാഹുവിലും പരലോകത്തിലുമൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. വമാ ഹും ബിമുഅ്മിനീൻ, യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല, സത്യത്തിൽ അവർ വിശ്വസിച്ചിട്ടില്ല. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ, അവരെ അല്ലാഹുവിനെയും പ്രവാചകനെയും ഒക്കെ വഞ്ചിക്കുകയാണ്, വിശ്വാസി സമൂഹത്തെ ചതിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ ചതിയുടെ എല്ലാം തന്നെ അന്ത്യവും അതിന്റെ ദുരന്ത ഫലങ്ങളും അവർ തന്നെ ഏറ്റുവാങ്ങേണ്ടി വരും. പക്ഷേ അവർക്കതിനെ സംബന്ധിച്ച് ബോധമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തെ നമുക്ക് വിശദീകരിച്ച് തരുന്നു. അപ്പോൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസി സമൂഹത്തിൽ ഇടപഴകി കഴിയുന്ന, അവരുടെ കൂട്ടത്തിൽ ലയിച്ച് കഴിഞ്ഞ ഒരു വിഭാഗം ആളുകളാണ് ഈ മുനാഫിക്കുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അത് സൂറത്തുൽ മുനാഫിഖൂൻ എന്ന് പറയുന്ന ആ സൂറത്തിന്റെ തുടക്കത്തിലും ഈ വിഭാഗത്തിന്റെ ഇതേ നിലപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലൂ നഷ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, മുനാഫിഖുകൾ വന്നുകൊണ്ട് നിന്നോട് പറയും, തീർച്ചയായും അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, അല്ലാഹുവിനറിയാം തീർച്ചയായും താങ്കൾ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന്. പക്ഷേ ഈ ആളുകൾ പറയുന്നത് അവർ വിശ്വാസത്തോടു കൂടിയല്ല, കള്ളം പറയുകയാണ്. ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ് താങ്കൾ എന്ന് വിശ്വസിച്ചു എന്ന അവരുടെ അവകാശവാദം കള്ളമാണ്, വ്യാജമാണ്. ഇത് അല്ലാഹുവിനറിയാം. ഇത്തഖദു ഐമാനഹും ജുന്നതൻ ഫസദ്ദു അൻ സബീലില്ലാഹി ഇന്നഹും സഅ മാ കാനൂ യഅമലൂൻ, അവർ വിശ്വാസികളായി നടിച്ചിരിക്കുന്നത്, നടിച്ചുകൊണ്ട് നടക്കുന്നത് അത് ഒരു അഭയത്തിന് വേണ്ടി മാത്രമാണ്. എല്ലാ സമൂഹവും വിശ്വാസികളായി മാറി, തങ്ങളുടെ ചുറ്റുപാടുകൾ, തങ്ങളുടെ ഗോത്രങ്ങൾ, തങ്ങളുടെ നേതാക്കന്മാർ, അങ്ങനെ ഈ സമൂഹം മുഴുവൻ തന്നെ മുസ്ലിമീങ്ങളായിക്കൊണ്ട് മാറി. ഇനി ഞങ്ങൾക്ക് മുസ്ലിമീങ്ങളാവുകയല്ലാതെ വേറെ രക്ഷയില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് താല്പര്യങ്ങൾ ഞങ്ങളുടേത് സംരക്ഷിക്കാൻ സാധിക്കും. അങ്ങനെയല്ല എങ്കിൽ ഞങ്ങൾക്ക് പല കോട്ടങ്ങളും അത് മുഖേന ഉണ്ടായിത്തീരും. ഇതാണ് വിശ്വാസികളായി നടിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇത്തഖദു ഐമാനഹും ജുന്നതൻ ഫസദ്ദു അൻ സബീലില്ലാഹി ഇന്നഹും സഅ മാ കാനൂ യഅമലൂൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് സത്യവിശ്വാസികളെ തടയുക അല്ലെങ്കിൽ മറ്റുള്ളവരെ തടയുക, ഇതാണ് അവരുടെ യഥാർത്ഥ ലക്ഷ്യവും ഉദ്ദേശവും. പക്ഷേ വിശ്വാസികളായിക്കൊണ്ട് ഇതിൽ നുഴഞ്ഞു കയറി ഈ ചീത്ത ഉദ്ദേശം അല്ലെങ്കിൽ ഈ ചീത്ത ലക്ഷ്യം സാധിച്ചെടുക്കുക എന്നതിനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തീർച്ചയായും അവരുടെ ഈ പരിശ്രമങ്ങളെല്ലാം തന്നെ പരാജയമടയാൻ പോവുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മദീനയിലെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ വിഭാഗവും ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അവര് മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ കടന്നു ചെന്നുകൊണ്ട് വിശ്വാസികളായി നടിക്കുകയും അങ്ങനെ ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് പറയുകയും മുസ്ലിം സമൂഹത്തിന്റെ മെമ്പർമാരായിക്കൊണ്ട് അറിയപ്പെടുകയും ആളുകൾ ആ രൂപത്തിൽ ധരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാം. ഈ കപടവിശ്വാസികളും ഈ മുനാഫിക്കുകളും അതുപോലെ തന്നെ ജൂതന്മാരും തമ്മിൽ അവിഹിതമായ ചില കൂട്ടുകെട്ടുകൾ ഉണ്ടാവുകയും അവർ പരസ്പരം പലതരത്തിലുള്ള പ്ലാനിങ്ങുകളും പലതരത്തിലുള്ള ഗൂഢാലോചനകളും മുസ്ലിം സമൂഹത്തിനും പ്രവാചകനും എതിരായി നടത്തുകയും ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും തന്നെ ഇവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ജൂതന്മാർ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്. പല രൂപത്തിലായിരുന്നു അവരുടെ പ്രവർത്തനം. പലപ്പോഴും
എപ്പോഴും ജനങ്ങൾക്കിടയിലെ വെറുതെ സംശയങ്ങളും പലതരത്തിലുള്ള ശങ്കകളും സൃഷ്ടിച്ചു വിടുക, ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പല തെറ്റായ പ്രചാരവേലകളും നടത്തിക്കൊണ്ടിരിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിം സമൂഹത്തെയും ഒക്കെ ഉള്ളിൽ നിന്ന് പരിഹസിക്കുകയും കളിയാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുക, ഇത് ഇവരുടെ സ്വഭാവമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ ഇവർ മുനാഫിക്കുകളും അതുപോലെ തന്നെ ജൂതന്മാരും ചേർന്നുകൊണ്ട് ഇസ്ലാമിനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചിരുന്നത്. അതുകൊണ്ടാണ് ജൂതന്മാർക്കെതിരായി പല നടപടികളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കാൻ നിർബന്ധിതനാവുകയും അവരുടെ പലതരത്തിലുള്ള കുതന്ത്രങ്ങളും വെളിപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലൊക്കെ ഇവരുടെ ആളുകൾ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ഉണ്ടാകും എന്നൊക്കെയുള്ള തരത്തിൽ അവരെ ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ അവരുടേതായ ആ ഇസ്ലാം വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയോ ചെയ്യാറുണ്ടായിരുന്നു എന്നും വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബനു നദീർ ഗോത്രത്തെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അല്ലെങ്കിൽ തീരുമാനിച്ചപ്പോൾ ആ ഗോത്രക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ പല തരത്തിലുള്ള ഗൂഢാലോചനകളും നടത്തുകയുണ്ടായി. പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, അലം തറ ഇലല്ലദീന നാഫഖു യഖൂലൂന ലിഇഖ്വാനിഹിം അല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി ലൈൻ ഉഖ്രിജ്തും ലനഖ്റുജന്ന മഅക്കും വലാ നുതിഉ ഫീകും അഹദൻ അബദാ വഇൻ ഖൂതിൽതും ലനൻസുറന്നകും വല്ലാഹു യഷ്ഹദു ഇന്നഹും ലകാദിബൂൻ. നീ കണ്ടില്ലേ ഒരു വിഭാഗം കപടവിശ്വാസികളെ, അവര് ജൂതന്മാരിൽപ്പെട്ട ഈ അവിശ്വാസികളോട് പറയുന്നു, ലൈൻ ഉഖ്രിജ്തും ലനഖ്റുജന്ന മഅക്കും, നിങ്ങളെ ഈ മദീനയിൽ നിന്ന് പുറത്താക്കുകയാണ് എങ്കിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം പുറത്തു പോകും. വലാ നുതിഉ ഫീകും അഹദൻ അബദ, നിങ്ങളുടെ കാര്യത്തിൽ മറ്റാർക്കും തന്നെ ഞങ്ങൾ വഴങ്ങുന്ന പ്രശ്നമില്ല, ഞങ്ങൾ എപ്പോഴും തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. വലയിൻ കൂത്തിൽത്തും ലനൻസുറന്നക്കും, നിങ്ങളോട് ആരെങ്കിലും യുദ്ധത്തിന് വരികയോ അല്ലെങ്കിൽ ആയുധം പ്രയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. വല്ലാഹു യഷ്ഹദു ഇന്നഹും ലകാദിബൂൻ, ഈ പറയുന്നതെല്ലാം നുണയാണ് എന്ന് അള്ളാഹുവിന് തീർച്ചയായും അറിയാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ജൂതന്മാർക്ക് മാനസികമായി പിന്തുണ നൽകുകയും അവരെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുസ്ലിം സമൂഹത്തിനുമൊക്കെ എതിരായി നിലകൊള്ളാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതിൽ ഈ കപടവിശ്വാസികൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മുസ്ലിം സമൂഹത്തിന്റെയും ഒക്കെ വിവരങ്ങൾ അതത് സമയങ്ങളിൽ ഇവർക്ക് എത്തിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ അവരുന്നയിക്കാൻ പറയുന്ന സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ റസൂലിനോടും വന്നുകൊണ്ട് ചോദിക്കുക, ഇതൊക്കെ അവരുടെ പതിവായിരുന്നു. ഇതിനെ സംബന്ധിച്ചെല്ലാം തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സമ്മാഊന ലിൽ കദിബി സമ്മാഊന ലിഖൗമിൻ ആഖരീൻ, അവരത് കളവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വേറെ ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് റസൂലിന്റെ അടുത്ത് വരുന്നതും ഖുർആൻ ശ്രവിക്കുന്നതും എന്നൊക്കെ അവരെ സംബന്ധിച്ച് ഖുർആൻ പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവര് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിം സമൂഹത്തെയും ഒക്കെ പരിഹസിക്കുകയും കളിയാക്കുകയും പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെയും സൂക്തങ്ങളെയും ഒക്കെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പല ഉദാഹരണങ്ങളും പല സന്ദർഭങ്ങളിലും നമ്മൾ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുമ്പോഴൊക്കെ റായിന എന്ന് പറയുക എന്നുള്ളത് അവരുടെ സ്വഭാവമായിരുന്നു എന്ന് നമ്മൾ പല തവണ കേട്ടതാണ്. അതായത് ഞങ്ങളുടെ ഇടയ, ഞങ്ങളെ പരിഗണിക്കണമേ, ഞങ്ങളെ ശ്രദ്ധിക്കണമേ, ഞങ്ങൾക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറയണമേ എന്നാണ് യഥാർത്ഥത്തിൽ റായിന എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം. ഇത് അവര് ലയ്യംബി അൽസനത്തിഹിം വതഅനൻ ഫിദ്ദീൻ, നാവ് കൊണ്ട് വളച്ചുകൊണ്ടും അതുപോലെ തന്നെ തിരുമേനിയെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയും റായിന, ഞങ്ങളുടെ ഇടയ എന്നുള്ള രീതിയിൽ കളിയാക്കിക്കൊണ്ട് പറയുമായിരുന്നു എന്ന് നമുക്ക് ആ ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ദാനധർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപദേശിക്കുമ്പോഴും ആ ദാനധർമ്മങ്ങളെ അള്ളാഹുവിന് കടമായി കൊടുക്കുക എന്നുള്ള രീതിയിൽ അതിനെ സംബന്ധിച്ച് പദപ്രയോഗങ്ങൾ നടത്തുമ്പോഴുമൊക്കെ അള്ളാഹു വളരെ ദരിദ്രനും ഞങ്ങൾ വളരെ ധനികരുമാണ് എന്നൊക്കെയുള്ള രീതിയിൽ അള്ളാഹുവിന്റെ വചനങ്ങളെ വളച്ചൊടിക്കുകയോ അല്ലെങ്കിൽ പരിഹസിക്കുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളത് അവരുടെ സ്വഭാവമായിരുന്നു. അങ്ങനെ അവര് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മുസ്ലിമീങ്ങളുടെയും ഒക്കെ അടുത്ത് വരുമ്പോൾ നല്ല പിള്ളമാരായിക്കൊണ്ട് ചമഞ്ഞ് അവരുടെ ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതൊക്കെ ഞങ്ങൾ ഒരു തമാശക്കും കളിക്കും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് സ്വയം അംഗീകരിക്കുകയും ചെയ്യുന്ന സംഗതിയും വസ്തുതയും പരിശുദ്ധ ഖുർആൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്.
വഇദാ ലഖുല്ലദീന ആമനൂ ഖാലൂ ആമന്നാ വഇദാ ഖലൂ ഇലാ ശയാത്തീനിഹിം ഖാലൂ ഇന്നാ മഅക്കും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. സത്യവിശ്വാസികളെ അവർ കണ്ടാൽ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അതേ അവസരത്തിൽ അവരുടെ കൂട്ടുകാരായ പിശാചുക്കളുടെ അടുത്തേക്ക് അവർ ചെന്നാൽ അവർ പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ്, ഞങ്ങൾ അവരെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിശ്വാസികളുടെ വേഷം കെട്ടി അവരുടെ കൂടെ നടക്കുന്നത് എന്നൊക്കെ അവർ പറയുമായിരുന്നു. അപ്പൊ ഈ രീതിയിൽ പ്രവാചകനെയും അതുപോലെ പരിശുദ്ധ ഖുർആനെയും വിശ്വാസി സമൂഹത്തെയും ഒക്കെ കളിയാക്കുന്ന ഒരു തരക്കാരും പ്രകൃതക്കാരുമായിരുന്നു മുനാഫിക്കുകൾ. അതേപോലെ തന്നെ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഇടയിലെ വിഭാഗീയമായ ചിന്താഗതികൾ ഉണർത്തിവിടുകയും അവരെ പരസ്പരം തല്ലിക്കാൻ വേണ്ടിയിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതും ഈ വിഭാഗത്തിന്റെ ഒരു പണിയായിരുന്നു. അഥവാ മുഹാജിറുകൾ അവർ ഈ മദീനയിലേക്ക് മക്കയിൽ നിന്ന് ഹിജറ ചെയ്തു വന്നതാണ് നമ്മുടെ എല്ലാ ദോഷത്തിനും കാരണമെന്നും നമ്മുടെ എല്ലാ പരാജയത്തിനും കാരണമെന്നും അത് മുഖേനയാണ് നമ്മുടെ ശകുനം തുടങ്ങിയത് എന്നും അതുകൊണ്ട് ഈ ആളുകൾ ഇവിടുന്ന് പോയാലല്ലാതെ ഇനി നമുക്ക് രക്ഷയില്ല എന്നുള്ള ഒരു വിഭാഗീയ ചിന്താഗതി മുസ്ലിം സമൂഹത്തിൽ വളർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ആളുകളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു സംസാര മധ്യേ അസുഖകരമായ എന്തെങ്കിലും പദപ്രയോഗമോ ശൈലിയോ ഉണ്ടായാൽ, അല്ലെങ്കിൽ ആരെങ്കിലും തമ്മിൽ എന്തെങ്കിലും സാധാരണഗതിയിലുള്ള നിസ്സാരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിൽ ഒരാൾ മുഹാജിറും മറ്റേ ആൾ അൻസാരിയുമാണ് എങ്കിൽ അതിലിടപെട്ടുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു വിഭാഗീയമായ ചിന്താഗതി വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് അവരുടെ സ്വഭാവമായിരുന്നു. അവരുടെ നേതാവായിട്ട് അറിയപ്പെടുന്ന ആളായിരുന്നു അബ്ദുല്ലാഹിബിൻ ഉബയ്യ് സുലൂൽ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹമാണല്ലോ ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തുകയും മോശമായ ശൈലിയിൽ സംസാരിക്കുകയും ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുനാഫിഖൂനിൽ അവരെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർ ഞങ്ങൾ മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ ലനുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ, ആ മദീനയിലെ പ്രതാപശാലികളും അതുപോലെ യോഗ്യന്മാരുമായ ആളുകൾ നിന്ദ്യരായ ആളുകളെ അവിടെ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ ചില ഘട്ടങ്ങളിൽ അവർ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ അവർക്കിടയിൽ ഇങ്ങനെയുള്ള ഇസ്ലാം തേച്ചുമാച്ച് കളഞ്ഞ ഇസ്ലാമിക സാഹോദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഒന്നാക്കി വിളക്കിച്ചേർത്ത ആ ഒരു ബന്ധത്തിന് ഉലച്ചിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടി ഈ രീതിയിലുള്ള വിഭാഗീയമായ ചിന്താഗതികൾ വളർത്തിയെടുക്കുക എന്നുള്ളത് അവരുടെ സ്വഭാവമായിരുന്നു. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടും ഈ വിഭാഗീയമായ ചിന്താഗതികൾ അവരിൽ വളർത്തിക്കെടുത്തുകൊണ്ടും ഈ രണ്ട് വിഭാഗത്തെയും തമ്മിൽ തെറ്റിക്കാനുള്ള പ്രവർത്തനങ്ങളിലും പരിശ്രമങ്ങളിലും അവർ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നിർണായകമായി എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയും ഇസ്ലാമിന് വേണ്ടിയിട്ട് ഒത്തൊരുമിച്ച് നീങ്ങേണ്ട സന്ദർഭങ്ങൾ വരികയും അതിന്റെ ശത്രുക്കൾ ആ മുസ്ലിം സമൂഹത്തെ ആഞ്ഞടിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ പിന്മാറിപ്പോവുക എന്നുള്ളതും ഈ മുനാഫിക്കുകളുടെ സ്വഭാവമായിരുന്നു. പല സന്ദർഭങ്ങളിലും ത്യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരികയും അതുപോലെ തന്നെ ഇസ്ലാമിന് വേണ്ടി ഒന്നിച്ചു നിന്നുകൊണ്ട് പടവരുതേണ്ടി വരികയും ചെയ്യുന്ന ഘട്ടങ്ങളിലൊക്കെ ഈ വിഭാഗം പിന്മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതലായി മുനാഫിക്കുകളുടെ ഈ ചെയ്തി നമുക്ക് വെളിപ്പെടുന്നത് ഉഹദ് യുദ്ധവേളയിലാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഫാറുകളുമായി ഏറ്റുമുട്ടുന്നതിന് വേണ്ടി 1000-ഓളം ആളുകളുമായി സഹാബികളുമായി കൊണ്ട് ഉഹദ് യുദ്ധത്തിന് വേണ്ടി തയ്യാറായി പുറപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് 300-ലേറെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആകെയുള്ള സൈന്യത്തിന്റെ 1/3 എന്ന് വരുന്ന ഒരു വിഭാഗം പിന്മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ന്യായം അല്ലെങ്കിൽ അവർക്ക് പറയാനുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ മുഹമ്മദ് ഞങ്ങളുടെ നേതാക്കന്മാരായ ആളുകളുടെ അഭിപ്രായങ്ങളൊന്നും കേൾക്കാതെ ഈ ചെറുപ്പക്കാരും യുവാക്കളുമായ ആളുകളുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് മദീനയുടെ പുറത്തുപോയി ആക്രമിക്കാൻ പോകുന്നു എന്ന ഒരു ന്യായവും പറഞ്ഞുകൊണ്ടാണ് ഈ ഉഹദ് യുദ്ധത്തിൽ നിന്ന് 1/3 ആളുകൾ പിന്മാറിപ്പോയത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ അത് അവരുടെ ഏറ്റവും വലിയ ശക്തിയെ വെളിപ്പെടുത്തുന്നതും മുസ്ലിം സമൂഹത്തിൽ എത്ര കണ്ട് ആഴത്തിലാണ് ഈ വിഭാഗം അപ്പോൾ പിടിമുറുക്കിയിരുന്നത് എന്ന് വെളിപ്പെടുത്തുന്നതുമായ ഒരു സംഭവമായിട്ട് ഈ ഉഹദ് യുദ്ധത്തിന്റെ ഈ സന്ദർഭത്തെ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അഹ്സാബ് യുദ്ധത്തിന്റെ വേള വന്നപ്പോൾ അഹ്സാബ് യുദ്ധം എന്ന് പറയുന്ന ഖന്തഖ് യുദ്ധത്തിന്റെ വേളയിൽ മക്കയുടെ എല്ലാ പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാ ശക്തികളും ഒന്നിച്ചുകൊണ്ട് സംയുക്തമായി മുസ്ലിമീങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടാണ് മദീനയിലേക്ക് വന്നത്. മദീന ഒന്നാകെ വളഞ്ഞുകൊണ്ട് ഇതോടുകൂടി ഇസ്ലാമിന്റെയും മുസ്ലിം സമൂഹത്തിന്റെയും അന്ത്യം കുറിക്കാം എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അത്രയും വലിയ ഒരു സന്നാഹവുമായിട്ടാണ് അവർ വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ സംഭവത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇത് ജാഊക്കും മിൻ ഫൗഖിക്കും വമിൻ അസ്ഫല മിൻകും വഇദ് സാഗത്തിൽ അബ്സാറു വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ വതظنون
വയظنون بالله الظنون هنالك ابتلي المؤمنون وزلزلوا زلزالا شديدا. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് ആ രംഗം നമുക്ക് വർണ്ണിച്ചു തരുന്നത്. ഇത് ജാഊക്കും മിൻ ഫൗഖിക്കും, നിങ്ങളുടെ മുകൾ ഭാഗത്തു നിന്ന് ശത്രുക്കൾ വന്നു, വമിൻ അസ്ഫല മിൻകും, താഴ്ഭാഗത്തു നിന്നും ശത്രുക്കൾ നിങ്ങളെ ആവരണം ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇത് ജാഊക്കും മിൻ ഫൗഖിക്കും വമിൻ അസ്ഫല മിൻകും വഇദ് ബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, അതുപോലെ സാഗത്തിൽ അബ്സാർ, നിങ്ങളുടെ കണ്ണുകളെല്ലാം തന്നെ ഇങ്ങനെ തുറിച്ച് അവസ്ഥ സാഹചര്യം ഉണ്ടായി. അതുപോലെ നിങ്ങളുടെ ഹൃദയങ്ങളെല്ലാം തന്നെ മേൽപോട്ട് വന്ന് വെപ്രാളപ്പെടുന്നതായ ഒരു സാഹചര്യം ഉണ്ടായി. അള്ളാഹിനെ സംബന്ധിച്ചോളം പലതരത്തിലുള്ള ആശങ്കകളോ അല്ലെങ്കിൽ ഭയപ്പാടുകളോ നിങ്ങൾ കുതിച്ചു. ആ സന്ദർഭങ്ങളിൽ സത്യവിശ്വാസികളായ ആളുകൾക്ക് ഭയങ്കരമായ ഒരു പരീക്ഷണ ഘട്ടമായിരുന്നു അത് എന്ന് വിശുദ്ധ ഖുർആൻ ആ രംഗത്തെ വിശദീകരിച്ചും വർണ്ണിച്ചും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ മദീനയിൽ ഉണ്ടായിരുന്ന മുനാഫിക്കുകളായ ആളുകൾ അവർ ജൂതന്മാരോടൊത്തുകൊണ്ട് ജൂതന്മാർ കരാർ ലംഘിക്കുകയും ഈ മദീനയിൽ നിന്ന് മുസ്ലിം സമൂഹത്തിൽ ഉൾപ്പെട്ടവരായ ആളുകൾ യുദ്ധത്തിന് തയ്യാറാവാതെ കണ്ട് പല ഒഴികഴിവുകളും പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറിപ്പോകുന്നതും പരിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വമാ അസാബക്കും യൗമൽ തഖൽ ജംആനി ഫബിഇദ്നില്ലാഹ് വലിയഅലമൽ മുഅ്മിനീൻ വലിയഅലമല്ലദീന നാഫഖു വഖീല ലഹും തആലൂ ഖാതിലൂ ഫീ സബീലില്ലാഹി അവ ഇദ്ഫഉ ഖാലൂ ലൗ നഅലമു ഖിതാലൻ ലത്തബഅനാകും. ഇങ്ങനെ രണ്ട് വിഭാഗങ്ങൾ അല്ലെങ്കിൽ രണ്ട് സൈന്യങ്ങൾ കൂട്ടിമുട്ടുന്നതായ സന്ദർഭത്തിൽ അവരോട് സത്യവിശ്വാസികൾ പറയുകയാണ്, വരൂ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സമരം ചെയ്യൂ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സമരമൊന്നും തന്നെ അവിടെ നടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള ഒഴികഴിവുകളും പറഞ്ഞ് പിന്മാറിക്കളയുന്ന ഒരു വിഭാഗത്തെയാണ് നിങ്ങൾക്ക് അവരിൽ കാണാൻ സാധിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അഹ്സാബ് യുദ്ധത്തിന്റേതായ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നുകൊണ്ട് പലതരത്തിലുള്ള ഉപായങ്ങളും കള്ള കാരണങ്ങളും പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. തബൂക്ക് യുദ്ധം എന്ന് പറയുന്നതും ഇതുപോലെ വളരെ നിർണായകമായ ഒരു സമരമായിരുന്നു. ആ തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിലും ഇതുപോലെയുള്ള ഞൊട്ടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സ്വഭാവം ഈ രീതിയിലുള്ള ആളുകളിൽ കാണാമായിരുന്നു. ഇങ്ങനെ വളരെ നിർണായകമായ ഘട്ടങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ വിശ്വാസി സമൂഹത്തിൽ നിന്ന് വേറിട്ടു പോകാനും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഒരു രൂപത്തിലുമുള്ള അപകടമോ അല്ലെങ്കിൽ ഒരു രൂപത്തിലുള്ള നാശമോ തങ്ങൾക്ക് സംഭവിക്കരുത് എന്നുമുള്ള ഒരു നിശ്ചയത്തോടുകൂടി ഈ മുനാഫിക്കുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതായിരുന്നു അവരുടെ മറ്റൊരു നിലപാട്. വേറെ ഒരു നിലപാട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചുമൊക്കെ വളരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതും തന്നെ മുനാഫിക്കുകൾ ചെയ്തിരുന്ന ഒരു ഏർപ്പാടായിരുന്നു. അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെയുള്ള ദുരാരോപണം. സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു യുദ്ധ സന്ദർഭത്തിൽ അവർക്ക് അവരുടെ ഒരു മാല കാണാതെ അത് തെരഞ്ഞുകൊണ്ടുപോയ സന്ദർഭത്തിൽ മറ്റുള്ള ആ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ പോവുകയും അവർ ഒറ്റപ്പെടുകയും ചെയ്തു. അങ്ങനെ അവസാനമായി അവർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സൈന്യത്തിന്റെ പിന്നാലെ നടന്നുകൊണ്ട് എന്തെങ്കിലും വീണുപോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള കാര്യങ്ങൾ മറന്നുപോവുകയോ ചെയ്തിട്ടുണ്ടോ അത് നോക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്ത മിസ്അബ് എന്ന സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആ സഹാബി അവസാനമായി സൈന്യത്തിന്റെ പുറകെ നടന്നു വരുന്ന ഘട്ടത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ കാണുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എത്താൻ സൈന്യത്തോട് വന്നു ചേരുന്ന ഘട്ടത്തിൽ ഈ ആയിഷ റളിയല്ലാഹു അൻഹയെയും ഈ സഹാബിയെയും ചേർത്തുകൊണ്ട് വളരെ ദുരാരോപണങ്ങൾ അവർ ഉന്നയിക്കുകയുണ്ടായി. അതും പരിശുദ്ധ ഖുർആൻ ആ സംഭവം മുഴുവൻ തന്നെ വിശദീകരിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പവിത്രതയും അവരുടെ ആ മഹത്വവും വെളിപ്പെടുത്തുന്നത് സൂറത്തുൻ നൂറിൽ നമുക്ക് കാണാം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കുടുംബത്തെ സംബന്ധിച്ച് തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തിൽ വഷളാക്കുവാനും അതുപോലെ തന്നെ വൃത്തികേടുകൾ അവരിലേക്ക് ചേർത്തി പറയാനുമുള്ള ധാർഷ്ട്യവും അതിനുള്ള ഒരു നിസ്സങ്കോചമായ ഒരു അവസ്ഥയും മുനാഫിക്കുകൾക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് ബിൻ ഹാരിസ മോചനം ചെയ്ത സൈനബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
വിവാഹം ചെയ്തപ്പോൾ അവരുടെ പഴയ ജാഹിലിയ വിശ്വാസമനുസരിച്ച് പോറ്റുമകന്റെ ഭാര്യയെ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന ഒരു സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. സെയ്ദ് ഇബ്നു ഹാരിസ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമകനാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പഴയ ജാഹിലിയ സമ്പ്രദായത്തെ ഉന്മൂലനം ചെയ്യുന്നതിനും തുടച്ചു നീക്കുന്നതിനും ഇസ്ലാം നിശ്ചയിച്ച ആ അനുവദനീയവും അതുപോലെ തന്നെ അനുവദനീയമല്ലാത്തതുമായ ആ പുതിയ സിസ്റ്റത്തെ നടപ്പാക്കുന്നതിനും വേണ്ടി പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സെയ്ദ് വിവാഹമോചനം ചെയ്ത സൈനബിനെ വിവാഹം കഴിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയുണ്ടായി. പരിശുദ്ധ ഖുർആനിൽ ആ കാര്യവും സൂറത്തുൽ അഹ്സാബിൽ വളരെ വിശദമായിട്ട് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മുഹമ്മദ് തന്റെ മകന്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്നു എന്നുള്ള ദുരാരോപണം സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ അവഹേളിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത ആ സംഭവവും ഈ മുനാഫിക്കുകളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കുടുംബത്തെയും മുസ്ലിം സമൂഹത്തെ പൊതുവെയും അതുപോലെ മുസ്ലിമീങ്ങളുടെ സംസ്കാരത്തെ മൊത്തത്തിലുമൊക്കെ അപകീർത്തിപ്പെടുത്തുവാനും ആ രീതിയിൽ അവരെ സമൂഹത്തിൽ കരി പുരട്ടിക്കൊണ്ട് കാണിക്കുവാനുമുള്ള ശ്രമങ്ങളിലും ഈ മുനാഫിക്കുകൾ വളരെ ശക്തമായി ഇടപെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ കേസുകളോ അതുപോലെയുള്ള മറ്റു പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണ് എങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ എല്ലാ വിശ്വാസികളും മുസ്ലിമീങ്ങളും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് എങ്ങനെയാണ് അതിന്റെ ഇസ്ലാമികമായ തീരുമാനം, ആ ഇസ്ലാമികമായ തീരുമാന പ്രകാരം അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. പക്ഷേ മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഈ കേസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയാൽ അത് നീതിപൂർവമേ വിധിക്കുകയുള്ളൂ, അത് തങ്ങൾക്ക് അനുകൂലമാവുകയില്ല എന്ന് കാണുമ്പോൾ അവർ ആ കേസുകളുമായിട്ട് നബിയുടെ അടുത്ത് വരാതെ വേറുള്ള ആളുകളുടെ തീർപ്പിന് വേണ്ടി പോകുന്ന രീതിയും അവർ സ്വീകരിക്കുമായിരുന്നു. ഇതിനെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വൈദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും, അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും വരിക അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിന് വേണ്ടി എന്ന് അവരോട് പറഞ്ഞാൽ ഇദാ ഫരീഖും മിൻഹും മുഅ്രിദൂൻ, അവരിൽ അതാ വലിയൊരു വിഭാഗം പിന്തിരിഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കുന്നു. വൈ യകുൽ ലഹുമുൽ ഹഖു യഅതു ഇലൈഹി മുദ്ഇനിൻ, അതേ അവസരത്തിൽ അവർക്ക് വല്ല അവകാശവും കിട്ടാനുണ്ട്, അവരുടെ ഭാഗത്താണ് ന്യായം എന്ന് കാണുമ്പോൾ എല്ലാ രൂപത്തിലും കീഴ്പ്പെട്ടുകൊണ്ട് പ്രവാചകന്റെ അടുത്ത് അവർ വരികയും ചെയ്യും എന്ന് അവരുടെ ഈ രണ്ട് രൂപത്തിലുള്ള നിലപാടുകളെ വിവരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു സൂറത്തിൽ നമുക്ക് കാണാം, അലം തറ ഇലല്ലദീന യസ്ഉമൂന അന്നഹും ആമനൂ ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക യുരീദൂന അൻ യതഹകമു ഇല ത്വാഗൂതി വഖദ് ഉമിറു അൻ യക്ഫുറു ബിഹി വയുരീദു ശൈത്വാന യുളില്ലഹും ദലാലൻ ബഈദ. ഒരു വിഭാഗത്തെ നീ കണ്ടില്ലേ, അവർ വിശ്വസിച്ചു എന്ന് അവകാശപ്പെടുന്നു, അതേ അവസരത്തിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ ഇസ്ലാം വിരുദ്ധമായ ശക്തികളെ താഗൂത്തുകളെയാണ് സമീപിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ താഗൂത്തുകളെ നിഷേധിച്ചുകൊണ്ട് അള്ളാഹുവിന്റെയും റസൂലിന്റെയും തീരുമാനത്തിന് വിധേയമാകണം എന്ന് അവരോട് പറഞ്ഞിട്ടില്ലേ, അതൊന്നും തന്നെ കേൾക്കാതെ കണ്ട് ഇങ്ങനെ സ്വന്തം താല്പര്യം അതിലാണ് എന്ന് കാണുമ്പോൾ പ്രവാചകനെയും അതുപോലെ പരിശുദ്ധ ഖുർആനെയും ഒക്കെ കൈയൊഴിച്ചുകൊണ്ടും കൈവെടിഞ്ഞുകൊണ്ടും മറ്റ് നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളെയും നീ കണ്ടില്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും അവരുടെ ഒരു നിലപാടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഇസ്ലാമിനെതിരായി കൊണ്ട് പ്രവർത്തിക്കാനുള്ള ഗൂഢകേന്ദ്രങ്ങൾ പണിയുകയും ആ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാം വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ആസൂത്രണങ്ങൾ നടത്തുകയും ചെയ്യുക എന്നുള്ളത്. മദീനയിൽ മസ്ജിദുൽ ദിറാർ എന്നുള്ള രൂപത്തിൽ ഒരു പള്ളി പണിയാൻ അവർ തീരുമാനിച്ചു. പുറമേക്ക് ഇസ്ലാമികമായ ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി പണിയുന്ന ഒരു പള്ളിയാണ് എന്ന് ധ്വനിപ്പിക്കുകയും ഞങ്ങൾക്ക് ഈ പള്ളിയിലും ജമാഅത്തിനുമൊക്കെ എത്താൻ മഴയുടെയും മറ്റുമൊക്കെ സമയമാകുമ്പോൾ കാലമാകുമ്പോൾ പ്രയാസമുണ്ട് എന്നും അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ നിസ്കാരവും ജമാഅത്തും ഒക്കെ നടത്താൻ ഒരു പള്ളി ഉണ്ടാക്കുകയാണ് എന്നുള്ള വ്യാജേനയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസി സമൂഹത്തെയും അവർ തെറ്റിദ്ധരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ അവരുടെ ഉദ്ദേശം മദീനയിലെ ഇസ്ലാം വിരുദ്ധ ശക്തികളുടെ ഒരു കേന്ദ്രമായിക്കൊണ്ട് ഈ പള്ളി ഉണ്ടാവണമെന്നും അവര് മദീനക്ക് പുറത്തുള്ള ഇസ്ലാമിന്റെ വിരുദ്ധ ശക്തികളുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഇതിനെ തകർക്കാനുള്ള ഗൂഢാലോചനകൾ നടത്താൻ വളരെ സുഗമമായിക്കൊണ്ട് അവിടെ സാധിക്കണമെന്നും ഉള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളവും പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. വല്ലദീന ഇത്തഖദൂ മസ്ജിദൻ ദിറാറൻ വകുഫ്റൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീന വഇർസാദൻ ലിമൻ ഹാറബല്ലാഹു വറസൂല. ഒരു വിഭാഗം ആളുകൾ അവരെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയും മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയും അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും സമരം ചെയ്യുന്നവരായ ആളുകൾക്ക് ഒളിച്ചിരിക്കുന്നതിന് വേണ്ടിയുമുള്ള ഒരു പള്ളി ഉണ്ടാക്കിയവരാണ് ഈ വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്.
അപ്പോൾ ഈ രൂപത്തിലെല്ലാം എല്ലാ നിലക്കും വളർന്നു വരുന്ന ഇസ്ലാമിനെ തകർക്കുന്നതിന് വേണ്ടിയും ഇസ്ലാമിന്റെ ആ ഉയർച്ചയെയും അഭിവൃദ്ധിയെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗമായിക്കൊണ്ട് ഈ കപടവിശ്വാസികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവർ ഇതിനെ തകർക്കണം എന്നുള്ള രൂപത്തിലാണ് നടപടികൾ സ്വീകരിച്ചതും മുന്നോട്ട് പോയിക്കൊണ്ടതും. പക്ഷേ മുസ്ലിമീങ്ങൾ എന്നുള്ള രീതിയിൽ പ്രത്യക്ഷത്തിൽ കഴിയുന്നതിനാൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശിക്ഷിക്കുകയോ അവർക്കെതിരെ എന്തെങ്കിലും നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യുകയുണ്ടായില്ല. പല സന്ദർഭങ്ങളിലും പല ആളുകളുടെയും കുതന്ത്രങ്ങൾ വ്യക്തമായി എങ്കിലും പല സഹാബിമാരും ആ സന്ദർഭങ്ങളിലൊക്കെ റസൂലെ അവരെ ബാക്കി വെച്ചേക്കരുത്, അവരെ കൊന്നുകളയണം എന്ന് അഭിപ്രായപ്പെട്ടു എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തടയുകയും നമ്മളെ പ്രത്യക്ഷത്തിൽ ഒരാളുടെ നിലപാട് എന്താണോ ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുക. നമ്മൾ അവരുടെ എതിരായിക്കൊണ്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുകയാണ് എങ്കിൽ, മുസ്ലിമീങ്ങളായി അറിയപ്പെടുന്ന ഈ വിഭാഗത്തെ നമ്മൾ ശിക്ഷിക്കുകയാണ് എങ്കിൽ ആളുകൾ പറയും മുഹമ്മദ് അവന്റെ അനുയായികളെ തന്നെ സ്വയം നശിപ്പിക്കാനും കൊല്ലാനും തുടങ്ങിയിരിക്കുന്നു എന്ന്. അത് ഇസ്ലാമിന് വലിയ ഒരു ദുഷ്പേര് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ വിഭാഗം ആളുകളെ അവരുടെ പാട്ടിന് വിടുക, അല്ലെങ്കിൽ അവരുടെ ദ്രോഹങ്ങൾ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക, അവരുമായി ബന്ധപ്പെടുകയും അവരെ സൂക്ഷിക്കുകയും ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ മുസ്ലിം സമൂഹത്തിന് നൽകുക, ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളിലൂടെ ആയിരുന്നു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും ഉള്ളിൽ നിന്ന് ഇസ്ലാമിനെ കുത്തുന്നതിന് വേണ്ടിയും ഇസ്ലാമിക ശക്തിയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കുതന്ത്രങ്ങളുമായിട്ടാണ് ഈ കപടവിശ്വാസി സമൂഹം മുന്നോട്ട് പോയത്. അവരുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഒരു ഹിജ്റ 9-ാം വർഷം മരണമടയുന്നതോടുകൂടിയാണ് ഈ വിഭാഗത്തിന്റെ ശക്തി ക്ഷയിക്കുകയും പിന്നീട് അവർ ക്രമേണയായി നാമാവശേഷമായി പോവുകയും ചെയ്തത് എന്നും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുസ്ലിം സമൂഹത്തിനും മദീന സമൂഹത്തിലെ വളരെയേറെ പ്രയാസങ്ങൾ സൃഷ്ടിച്ച ഒരു വിഭാഗമായിരുന്നു ഈ കപടവിശ്വാസികൾ. ഇസ്ലാമിനോട് ശരിയായ കൂറില്ലാത്തവരും അതിൽ ആത്മാർത്ഥമായ വിശ്വാസമില്ലാത്തവരുമായ ആളുകൾ ഉള്ളിൽ നിന്ന് ഇതിനെ പാരവെക്കുന്നതിന് വേണ്ടിയും അതുപോലെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കുന്നതിന് വേണ്ടിയുമുള്ള ആ ചരിത്രമാണ് ഈ വിഭാഗത്തിന്റെ ജീവിതത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിടേണ്ടി വന്ന വലിയൊരു വെല്ലുവിളിയായിരുന്നു. വളരെ സമർത്ഥമായും അതുപോലെ തന്നെ വളരെ വിജയകരമായും ഈ സമൂഹത്തെയും വിജയിച്ചടക്കാൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരുമേനിയുടെ മദീനയിലെ 10 വർഷങ്ങളുടെ ഉള്ളിൽ തന്നെ സാധിക്കുകയുണ്ടായി എന്നും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിനെ നശിപ്പിക്കുന്നതിന് ഉള്ള എല്ലാ ഗൂഢാലോചനകളും അസ്തമിച്ചു പോവുകയും പരാജയപ്പെടുകയും ചെയ്തതാണ് മദീന ജീവിതത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ മുറുകെ പിടിക്കുകയും അതിന്റെ മാർഗത്തിൽ അണിനിരക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസി സമൂഹത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.